സുപ്രീം കോടതിയിൽ സർക്കാർ ആയാറാം ഗയാറാം നിലപാടാണ് സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും പരിഗണിക്കാം. വേണോ വേണം, വേണ്ടേ വേണ്ട, വേണ്ടണം എന്ന നിലപാട്. ശബരിമല യുവതീ പ്രവേശനത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആകെ കൈപൊള്ളി നിൽക്കുകയാണ് സർക്കാർ. 2019 പാർലമെന്റ് ഇലക്ഷനിൽ തലകുത്തി വീണു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആകെ കഷ്ടമായി. ഇനി എന്ത് ചെയ്യാൻ? ആദ്യം യുവതീ പ്രവേശനം വേണം എന്നൊരു നിലപാടെടുക്കാൻ കാരണം ന്യൂനപക്ഷ വോട്ടുകൾ സംഗമിപ്പിക്കുന്നതിനാണ്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ല. ഇനി ഭൂരിപക്ഷ വോട്ടുകളാകട്ടെ, അതെങ്കിലും കിട്ടണം. എന്നാൽ സുപ്രീം കോടതിയിൽ വരട്ടെ, വന്നിട്ട് തീരുമാനിക്കാം എന്ന നിലപാടാണ് സർക്കാരിന്. കേരളം നിയമസഭാ ഇലക്ഷന്റെ തീച്ചൂടി നിൽക്കുമ്പോഴാണ് മാർച്ച് 14 തീരുമാനങ്ങൾ എഴുതി നൽകണം, അല്ലെങ്കിൽ സർക്കാരിന്റെ വാദങ്ങൾ എഴുതി നൽകണം എന്ന നിലപാട് കോടതി സ്വീകരിച്ചത്. കോടതി അങ്ങനെ ചാദിച്ചു. കാരണം സ്ത്രീ പ്രവേശനം ആകാം എന്ന് വാദിച്ചാൽ വിശ്വാസികളുടെ വോട്ട് എതിരാവും, എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ വോട്ട് എതിരാവും. ഇനി സ്ത്രീ പ്രവേശനം വേണ്ട എന്ന് പറഞ്ഞാലോ, ഇത്രയും കാലം എന്തിനിത് ചെയ്തു, സർക്കാർ ടേൺ അടിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണമാകും. അതും ദോഷമാകും. അങ്ങോട്ട് പോയാലും ദോഷം, ഇങ്ങോട്ട് നിന്നാലും ദോഷം. അപ്പോൾ ഒന്ന് ഉരുണ്ട് കളിക്കുക. ഉരുണ്ട് കളിക്കാൻ സമയമില്ല. ഇനി ഇതാ ഒരു മാസത്തിനകം മാർച്ച് 14 സർക്കാരിന്റെ തീരുമാനങ്ങൾ എഴുതി നൽകണം, അല്ലെങ്കിൽ സർക്കാരിന്റെ വാദങ്ങൾ എഴുതി നൽകണം. എഴുതി നൽകുമ്പോൾ എന്തായാലും അത് ഇലക്ഷനെ ബാധിക്കും. പ്രവേശനം ആകാമെന്നായാലും ഇലക്ഷനെ ബാധിക്കും,